ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്രോഷ്യ വെച്ചൊരു സൺഫ്ലവർ ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് ഗോ. ഇതിനു വേണ്ടി ഞാൻ 2.5 mm നീഡിലാണ് എടുത്തേക്കുന്നത്. ഈ സൺഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ ചെയ്യാനായി ഞാൻ ബ്ലാക്ക് യാണാണ് എടുത്തേക്കുന്നത്. ബ്ലാക്ക് നൂല് ഇതുപോലെ ഇങ്ങനെ എടുത്ത് എങ്ങനെ വെക്കുന്നതെന്ന് തൊട്ട് വെച്ച് ഇതുപോലെ ക്രോസ് ആയി നൂല് വെക്കണം. അപ്പം ടേൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ രണ്ട് യാൺ ഇതുപോലെ. അപ്പോൾ ഇതിലേക്ക് ഒന്നുകൂടെ കാണിച്ചിടാം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് തിരിച്ച് ഇതിലേക്ക് ഉണ്ടോ എടുത്ത് ഇതുപോലെ ഇതുണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ രണ്ട് ഇതായിട്ട് വരും. അപ്പം നേരെ ഡയറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പം നമുക്കൊരു മാജിക് റിങ് കിട്ടും. ഈ നൂലുണ്ടോ, ഈ നൂല് കട്ട് ചെയ്തപ്പോൾ ഈ നൂല് ഇതുപോലെ എടുക്കണം. കണ്ടോ, അത് നമ്മളിങ്ങനെ എടുത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വാങ്ങാം. ഇതുപോലെ 3 എണ്ണമായിട്ട് കിട്ടുമേ. വേണ്ട, 1 2 3. ഇപ്പോൾ 2 എണ്ണമായി വേണം. ഇതുപോലെ നമുക്ക് ഫുള്ളും ചെയ്യാം. കണ്ടോ, 3 എണ്ണമായി. 2 എണ്ണം ഇതിലേക്ക് ഇങ്ങനെ ചെയ്ത് 2 എണ്ണം പിന്നെ വരും. ഇതിൻ്റെ 6 എണ്ണം ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ 1 2 3 എണ്ണമായി. ഇവിടെ ഈ കാണുന്ന ഈ ചെയിന് ഇനി 6 എണ്ണം നമ്മൾ ചെയ്തെങ്കിൽ ഈ നൂലുണ്ടോ നമ്മൾ എന്താ കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് വലിക്കണം നല്ലതുപോലെ. ഇതുപോലെ വലിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ടായി കിട്ടും. ഇനി ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇതുണ്ടോ, ഈ ഒരു ഹുക്കിൽ ആദ്യത്തെ ഹുക്കിൽ എടുത്ത് ഇതുപോലെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ആദ്യം നമ്മൾ ആ റൗണ്ടിൻ്റെ ആദ്യത്തെ പോർഷൻ. അടുത്ത ലെയറാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ചെയിൻ ആയി ഉണ്ടാക്കി അടുത്ത അടുത്ത ഈ എന്താ ചെയിൻ കണ്ടോ, ചെയിനിലേക്ക് ഇതിങ്ങനെ എടുത്ത് ഇൻസേർട്ട് ചെയ്യണം. ചിലപ്പോൾ 3 എണ്ണമായി കിട്ടും. ഇതുപോലെ കിട്ടും. അത് തന്നെ ഇത് ഫുള്ളായി ചെയ്ത് പിന്നെ നമ്മുടെ പിൻ എടുക്കണം. അത് ഇവിടേക്ക് ഇവിടെ സൈഡിൽ വയ്ക്കുന്ന ആദ്യത്തെ ഹുക്കിൽ എന്താ ഈ മാർക്ക് ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കണം. ഇനി നമ്മൾ അടുത്ത ചെയിൻ ഇതാണ്. അടുത്ത ചെയിനിലേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും 3 എണ്ണം ഇതുപോലെ കിട്ടും. ഇതുപോലെ ചെയ്ത് പിന്നെ നമ്മൾക്ക് അതേ ഹുക്കിൽ ഒന്നുകൂടെയും കയറ്റണം. ഇതുപോലെ എടുത്ത് അതേ ഹുക്ക് നമ്മളിപ്പോൾ ഏത് ചെയിനിലാണ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുമ്പോൾ ഒന്നുകൂടെ 3 എണ്ണമായി കിട്ടും. ഇതുപോലെ ഒന്നുകൂടെ എടുത്ത് 2 എണ്ണമായി എടുക്കണം. സെക്കൻഡ് ലെയറിലെ ക്രോഷ്യ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഇത് ഫുള്ളും ഇവിടം വരെ നമ്മൾക്ക് ചെയ്യണം. ഞാനിവിടെ 64 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടൈ ചെയ്ത് കെട്ടാം. ഇതുപോലെ വലിച്ച് സിസർ എടുത്ത് കെട്ടണം. അതെന്നിട്ട് ഇതുപോലെ നമുക്ക് തൂക്കിയിടാനുള്ള ചെയിൻ കിട്ടി. ഇനി പെറ്റൽസ് ചെയ്യാൻ പോവുകയാണ്. ഈ എക്സസ് ആയിട്ടുള്ള നൂലെല്ലാം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് യെല്ലോ യാൺ എടുക്കാം.
എൻ്റെ ഈ സെൻറ്റർ പോർഷൻ ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതാക്കി സൺഫ്ലവറിൻ്റെ പെറ്റൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ എടുക്കുന്നു. ഒന്നുകൂടി 3 പ്രാവശ്യം ചെയ്യാം. ഇത് 4 പ്രാവശ്യം ഇതുപോലെ ചെയ്ത് 2 ഇത് പോലെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ വി പോലെ ഉണ്ടോ, ആദ്യം 2 പ്രാവശ്യം ഇതുപോലെ ചെയ്ത് ഈ വി പോലെ ഇവിടെ വി പോലെ അപ്പം ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെളിയിട്ടു. എന്നിട്ട് നേരെ ഇതുപോലെ അത് കഴിഞ്ഞ് 3 പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നമ്മൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യണം. ഒന്നുകൂടെ രണ്ടാമത് ഈ ചെയ്യുന്നത് 3 പ്രാവശ്യം തന്നെയാണ്. ഇനി 2 പ്രാവശ്യം ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ പെറ്റൽ തീർന്നു. ഇനി ഇത് ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്കി ഇവിടെ ഫുള്ളും ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതിലേക്ക് പഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 3D എഫക്റ്റിന് വേണ്ടി. കണ്ടോ, ഇതോടെ നമ്മളുടെ ഈ സൺഫ്ലവർ തീർന്നു. അതിൻ്റെ പെറ്റൽസ് എല്ലാം തീർന്നു. അതിന് നമ്മൾ ഇതുപോലെ വലിച്ചിട്ട് സിസർ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഇതാണ് എടുക്കണം. എന്നിട്ട് നല്ലതുപോലെ വലിക്കണം. ഇനി ഇത് ജോയിൻ ചെയ്തതോടെ നമ്മളുടെ കിച്ചൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെറ്റൽസ് ഒക്കെ നമുക്ക് നിവർത്തി കൊടുക്കാം. നമ്മുടെ ഈ സൺഫ്ലവർ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ.